ഹായ് ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ടിരിക്കുമല്ലോ. അനുപമ പത്മൻ നമ്മുടെ ഒരു കുഞ്ഞു കുട്ടീനെ, ഒരു 6 വയസ്സായ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയ ഒരു കേസിലെ ബന്ധപ്പെട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അനുപമ പത്മൻ. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഈ അനുപമേനെ കുറിച്ചുള്ള വീഡിയോ അല്ല ചെയ്യുന്നത്, മറിച്ച് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു യൂട്യൂബ് ചാനലിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഒരു യൂട്യൂബർ ചെയ്തിരുന്നു. അപ്പോൾ ഏതാ യൂട്യൂബ് ചാനൽ ഒന്നും അറിയില്ല, ഞങ്ങൾക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിൽ ആ വീഡിയോയുടെ തമ്പനെയിലിൽ ഒരു കൊടുത്തിരിക്കുന്നത് ജോളി അല്ലേ, ജോളി, അതുപോലെ പിന്നെ ആരാണ്, ഗ്രീഷ്മ, ജോളി ഗ്രീഷ്മ, അടുത്തത് അനുപമ പത്മൻ എന്ന് പറഞ്ഞിട്ടൊരു തമ്പനയിലോട് കൂടിയിട്ടാണ് ആ വീഡിയോ. അപ്പോൾ ആ വീഡിയോ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഈ കുട്ടീനെ കുറേ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോ ആണത്, ഒരു റിയാക്ടിങ് വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നോക്കിയപ്പോൾ കുറച്ച് കമൻസ് ഞങ്ങൾ വായിച്ചു. അത് ഒത്തിരി ഞങ്ങൾ വിഷമിപ്പിക്കുന്ന ഒരു കമൻ്റ് ആയിരുന്നു. അതെന്ന് വെച്ചാൽ ഈ അനുപമേനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമൻസ് ആയിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അതിൽ പറയണത് അനുപമേനും ഈ ജോളീനും ഗ്രീഷ്മേനും കമ്പയർ പറയരുത്. കാരണം വെച്ചാൽ അനുപമ ആ കുട്ടിയുടെ സാഹചര്യം കൊണ്ടാണ് അങ്ങനെ ആയിപ്പോയതെന്ന്. കാരണം നല്ല കഴിവുള്ള കുട്ടിയാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല കഴിവുണ്ട്, എല്ലാം ഉള്ള കുട്ടിയാണ്. അപ്പം ആ കുട്ടീനെ ഇവരുമായിട്ട് കമ്പയർ ചെയ്യരുതെന്ന് പറയണത്. വിദ്യാഭ്യാസം, കഴിവും, സൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ക്രൈമും ചെയ്യാന്നുള്ളതാണോ? ഇപ്പോൾ ഈ കുട്ടി ക്രൈം ചെയ്തിട്ടുണ്ടോ, ഈ കൊച്ചുകുട്ടീനെ തട്ടിക്കൊണ്ടോ, ഇത് ഇവർ തന്നെയാണോ, അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് പറയണില്ല, അതൊക്കെ പോലീസും കോടതിയും നോക്കും. പക്ഷേ ഈ കമന്റ് ചെയ്തവർ പറയണത് അവരത് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ന്യായീകരണം ഉണ്ടെന്ന് പറയണത്. കാരണം അത് സാഹചര്യം കൊണ്ടാണ് കുട്ടി അങ്ങനെ ചെയ്തതെന്ന്, മറ്റവരുടെ പോലെ അല്ലാതെ പറയണത്. അതൊരു വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇന്നലെ രണ്ട് ദിവസം മുന്നേ നടന്നല്ലോ, ഒരു വൃദ്ധയായിട്ടുള്ള ഒരു അമ്മേനെ ഒരു സ്ത്രീ കട്ടിലിന് തള്ളി താഴെ ഇടണത്. അപ്പോൾ ഈ സ്ത്രീ ഇതുപോലെ ഒരു ടീച്ചറാണ്, ഡബിൾ എംഎയാണ്, ടീച്ചറാണ്. അപ്പോൾ അത്ര വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ഇവർക്ക് ഒരു ഗുണം ഉണ്ടാവുന്നത്? ഇപ്പൊ ഇവരുടെ സാഹചര്യം എന്ന് പറയുന്നത്, ഇവർക്ക് ഒരു 5-6 കോടി രൂപയുടെ കടം ഉണ്ടായിരുന്നു പറയുന്നത്. ആ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒരു കുട്ടീനെ തട്ടിക്കൊണ്ടുപോയിട്ട് വില പേശിയത്, 10 ലക്ഷം രൂപയ്ക്ക് വില പേശിയത്. അപ്പൊ ഇവർക്ക് ഈ 5-6 കോടി രൂപയുടെ കടം ഇവർക്ക് വീടണമെങ്കിൽ എത്ര കുട്ടികളെ തട്ടിക്കൊണ്ടുപോകേണ്ടി വരും? ഒരുപാട് ദുരൂഹതകളുണ്ട് ഇവർക്കൊരു ഫാം ഉണ്ട്. അപ്പൊ അതിൽ ഒരുപാട് ദുരൂഹതകളൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്കറിയില്ല. അതൊക്കെ ഞങ്ങൾ ന്യൂസിലൊക്കെ കണ്ടതാണ്. ആ ഫാമിൽ നിന്ന് ഒരുപാട് ചെരുപ്പുകൾ കണ്ടെടുത്തു. അതുപോലെ തന്നെ ഒരുപാട് ഡോൾസ്, കുട്ടികൾക്കുള്ള ഡോൾസുകൾ പാവക്കുട്ടികൾ ഒരുപാടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് അറിയുന്ന കാര്യമല്ല. അപ്പോൾ അതുപോലെ ഒരുപാട് ദുരൂഹതകളുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ അവസാന 10 വർഷത്തിനുള്ള 100 കണക്കിന് കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് മിസ്സിംഗ് ആയിട്ടുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യാണ്ട് ഈ കേസൊക്കെ തെളിഞ്ഞ് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. ഒരു കുട്ടി മരണപ്പെടുന്നതിനേക്കാൾ ഒരു അച്ഛനമ്മയ്ക്കും വേദന ഉണ്ടാവുന്നത് ആ കുട്ടി ഇതുപോലെ മിസ്സിംഗ് ആകുമ്പോഴാണ്. കാരണം ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാവധാനം അത് ഉൾക്കൊള്ളും. നമുക്ക് നമ്മളതായിട്ട് അതായിട്ട് നമ്മുടെ മനസ്സ് പൊരുത്തപ്പെട്ടു പോകും. പക്ഷെ ഈ മിസ്സിംഗ് ആകുമ്പോൾ ആ കുട്ടി എവിടെയായിരിക്കും, എന്തായിരിക്കും? നമ്മൾ പലയിടത്തും അറിഞ്ഞിട്ടുണ്ട്, ചെറിയ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് അവരുടെ കയ്യും കാലും തല്ലി പിടിച്ച് ഭിക്ഷയ്ക്ക് ഇരുത്തുക, കണ്ണ് കുത്തിപ്പിടിച്ച് ഭിക്ഷയ്ക്ക് ഇരുത്തുക. അപ്പോൾ ഇതുപോലെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ഭയങ്കര വല്ലാത്തൊരു വിഷമാവസ്ഥയിലായിരിക്കും അച്ഛനമ്മ ഉണ്ടാവുക. ഒരു മരണപ്പെടുന്നതിനേക്കാൾ ദുഃഖം ഉണ്ടാവുക ഇതിനാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലുള്ള പ്രവൃത്തി ചെയ്യുന്നവരും നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. ഇപ്പൊ ഇതിൽ ഞങ്ങൾക്ക് കൂടുതൽ വിഷമമായത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ കമന്റ് ചെയ്ത ഈ കുട്ടിക്ക് വേണ്ടി ഈ പ്രതിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ഇത് കൂടുതലും സ്ത്രീകളാണ്. അതാണ് കൂടുതൽ വിഷമാക്കുന്നത്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഈ സ്ത്രീകൾ ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്യണത് എന്ന് ആലോചിക്കണത്. ഇപ്പോൾ ആ കുട്ടി നല്ല സ്മാർട്ടാണ്, നല്ല കഴിവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ ബുദ്ധിയും സ്മാർട്ട്നെസ്സും ഒക്കെ നല്ല കാര്യങ്ങൾക്കല്ല ഉപയോഗിക്കുന്നുണ്ട്, വിദ്യാഭ്യാസമൊക്കെ. അല്ലാതെ ഇതുപോലെ ഉള്ള ക്രൈമുകൾക്കാണോ? ഇപ്പോഴും ഞങ്ങൾ പറയുന്നു ആ കുട്ടി ക്രൈം ചെയ്യുന്നുണ്ടോ ഒന്നും ഞങ്ങൾക്കറിയില്ല. അതൊക്കെ പോലീസും കോടതി തീരുമാനിക്കും. പക്ഷെ ഈ കുട്ടി ക്രൈം ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ ന്യായീകരണമാണ് ഇപ്പോൾ ഇവര് പറയണത്. ആ ക്രൈമിനെ ന്യായീകരിക്കുകയാണ്. അപ്പൊ അതൊരു തെറ്റായിട്ടുള്ള കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏതോ ഒരു സ്റ്റേറ്റിൽ ഒരു പെൺകുട്ടീനെ ബലാത്സംഗം ചെയ്ത വ്യക്തിനെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ വെടിവെച്ച് കൊന്നു. അന്ന് അദ്ദേഹം ചെയ്ത ആ ഒരു കൊലപാതകത്തിനൊക്കെ ഒരു ന്യായീകരണം ഉണ്ട്. കാരണം മകളെ ബലാത്സംഗം ചെയ്ത് കൊന്നവനെയാണ് അദ്ദേഹം വെടിവെച്ച് കൊന്നത്. അതിനൊക്കെ ന്യായീകരണം. പക്ഷെ ഇത് അതുപോലെയാണോ? അപ്പൊ ഈ വിഷയം ഞങ്ങളുടെ കണ്ടന്റിൽ പെടുന്നതല്ല. കാരണം ഞങ്ങളുടെ കണ്ടന്റ് എന്നത് എന്റർടൈൻമെന്റ് ആണ്. ഈ കോമഡി സ്കിറ്റുകൾ, അതുപോലെ സ്കിറ്റുകളും ഷോർട്സുകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളുടെ കണ്ടന്റ് ഇതല്ല. പക്ഷെ ഇതിപ്പോൾ നടന്നിട്ട് ഒരുപാട് നാളായി, ഞങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും വീഡിയോ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ കമന്റ് കണ്ടപ്പോഴാണ് ഞങ്ങൾക്കത്
പറയാൻ തോന്നിയത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഉള്ളത്. ഇപ്പൊ ഒരുപാട് നാളെ ഇതിന് ഇത്ര വലിയ പ്രാധാന്യം ഇല്ലാന്ന് അറിയാം. എന്നാലും ഇങ്ങനൊരു ഇത് കമന്റ്സ് കണ്ടപ്പോ ഞങ്ങള് അതിന് ചെറുതായിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഈ കമന്റ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഇങ്ങനെ സംസാരിക്കാനൊന്നും അങ്ങനെ ഞങ്ങൾക്കിപ്പോ ഇതിപ്പോ ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും ചെയ്യാൻ ഞങ്ങളുടെ കണ്ടന്റ് വേറെ ഞങ്ങൾ അത് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് പല പ്രാവശ്യം കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്, എഡിറ്റ് ചെയ്തിട്ടൊക്കെ എടുക്കുന്നത്. പക്ഷെ ഇത് ഒറ്റ ടൈക്കിൽ ഞങ്ങൾ വീഡിയോ എടുക്കുകയാണ്. പെട്ടെന്ന് ഒരു കാര്യം തോന്നിയപ്പോ ഞങ്ങൾ പറയണം തോന്നി, അപ്പൊ എടുത്തു മാത്രം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ അവര് ചെയ്ത കമന്റിനെ കുറിച്ച് അഭിപ്രായം? അപ്പൊ ഞങ്ങൾ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം അല്ലേ? അപ്പൊ വീഡിയോ നിർത്താം. അപ്പൊ തൽക്കാലത്ത് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ നിർത്താണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.